ദിവാകര സർ. ഏതാ അവന്റെ കട? അതാണ് സാർ. ആ നിൽക്കുന്നത് പണിക്കാരൻ കുറുപ്പാണ്. മറ്റയാളെ കാണുന്നില്ലോ സാർ. ഇവിടെ വാടോ, ഇവിടെ വരാൻ. ഇപ്പൊ വരെ. ഇതാണോ രമേശൻ നായരുടെ കട? അതെ മോനെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇവിടെ പുതിയതായി ചാർജ് എടുത്ത SI ആണെന്ന് മനസ്സിലായല്ലേ? എന്നാൽ ഞാൻ വെറും SI അല്ല, ഞാനാണ് SI ഇരുമ്പൻ ജോർജ്. എവിടെയാടാ രമേശൻ നായര്? ഇല്ല, ഞാനത് പറയില്ല. ആരും അതറിയാൻ പാടില്ല. അജ്ഞാതവാസമാണ് മകനെ. നിബിഡ നിഗൂഢ വനങ്ങളുടെ അന്തരാളങ്ങളിൽ എവിടെയോ അവൻ അവന്റെ ദിനങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ്. ഏതവനടാ അത്? അത് നാടക റേസിലാണ് മോനെ. ഈ ഗ്രാമീണ മേള എല്ലാറ്റിനും പിടിച്ചോണ്ട് പാടും. സാർ, രമേശൻ നായർ എവിടാന്നാ ചോദിച്ചത്? മൂപ്പര് കാലത്ത് വന്നിട്ട് പോയതാ, എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഈ ഇരുമ്പൻ ജോർജ് നിനക്കൊന്നും ശരിക്കറിയില്ല. ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയിട്ടുണ്ടാവും. എങ്കിൽ വിളിയടാ പഞ്ചായത്ത് പ്രസിഡന്റിനെ. ഇവിടുന്ന് വിളിച്ചാ പ്രസിഡന്റ് കേൾക്കൂലേ മോനെ. ആഫീസ് സുമാർ ഒരു മൈല് ദൂരത്താ. ഇവനാ സാർ നേതാവ്. നാടകം, പാട്ട്, നൃത്തം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇനി കവലെ കിടന്ന് ശബ്ദിച്ച കാച്ചിക്കളയും ഞാൻ. മനസ്സിലായോടാ? മനസ്സിലായി സാർ. എല്ലാവരോടുമായിട്ടാ പറയുന്നേ. പാടോ. എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. എന്തിനാണ് അവർ രമേശൻ നായരെ പോലീസ് അന്വേഷിക്കുന്നത്? പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ടൊരു അഭിപ്രായം പറയുക. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം, റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടായാലും എന്താ? അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? ആരാ പ്രസിഡന്റ്? ഇവിടെ എന്താ ഒരാൾക്കൂട്ടം? ചർച്ചയാണ് സർ. റോഡ് വേണോ കുളം വേണോ, അതാ പ്രശ്നം. ആണോ? ആ. എങ്കിൽ ഞാൻ ഇവിടത്തെ കുളം കലക്കാൻ വന്ന SI ആണ്, ഇരുമ്പൻ ജോർജ്. രമേശൻ നായർ എന്ന മഹാൻ ഇവിടെ ഉണ്ടോ? രമേശൻ നായർ എവിടെയും ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. പോലീസിന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണ് എന്ന് ഞാൻ കേട്ടു. ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലാറില്ല എത്രേ? പോലീസുകാർക്ക് കൈമടക്കം കൊടുക്കാറില്ല എത്രേ? സാർ ആ കേട്ടതെല്ലാം നേരാണ്. ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റ് തിരുത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ രമേശൻ നായരാണ്. എന്നാൽ ഇന്ന് മുതൽ അത് വേണ്ടെന്നറിയിക്കാനാണ് ഞാൻ വന്നത്. ഒരു നാടാകുമ്പോ അവിടെ കളവ് നടക്കും, അടി നടക്കും, കൊലയും ബലാത്സംഗങ്ങളും നടക്കും. അങ്ങനെ കേസ് വരും. അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും. കൂടുതൽ പണം തരുന്നവന് നീതി ലഭിക്കും. ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ. അതുകൊണ്ട് ഇന്നു മുതൽ കള്ളന്മാരെ ഞങ്ങൾ പിടിക്കും. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും. കൊലപാതകികളെ അവരെയും രമേശൻ നായർ പിടിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ ജോലി? നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും. കുറ്റവാളികളെ പിടിച്ചാൽ അവരെ പോലീസിൽ ഏൽപ്പിക്കും. അവരെ കൊണ്ടത് കോടതിയിലാക്കാം. കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം. അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവൽ നിൽക്കാം. അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാ. ഈ രമേശൻ നായർ ആരാ? ദൈവോ? ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ, അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. ഓ, കോലമോടൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. സാർ ഒന്നും ചെയ്യില്ല. ഒന്ന് കാണാൻ എന്താ വഴി? ഇന്ന് പ്രയാസ. എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയിരിക്കുക. എന്തിനാ? സന്യസിക്കാനാ? അല്ല, വളരെ നാളായി ആർക്കും പിടികൊടുക്കാതെ ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ. ഇന്ന് അവനെ പിടിക്കും, ഉറപ്പാ. ഓടിക്കോ, ഓടിക്കോ, എക്സൈസ് വരുന്നു. ഓടിക്കോ, ഓടിക്കോ. ഇത്രയും കാലം നീ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചു അല്ലടാ. രമേശ് സാറേ, എന്നോടത് വേണ്ടിയില്ലായിരുന്നു. സുശീല, താൻ നല്ല ശീലത്തിൽ ജീവിക്കുമെന്ന് കരുതിയാണ് തന്റെ അച്ഛനും അമ്മയും തനിക്ക് സുശീലൻ എന്ന് പേരിട്ടത്. പക്ഷേ താൻ അങ്ങനെ ജീവിക്കാൻ തയ്യാറായില്ല.
താൻ ഉണ്ടാക്കിയ ചാരായം ഈ നാട്ടിലെ ജനങ്ങളുടെ കരള് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് സുശീല. ജനങ്ങളുടെ കരള് നായര് പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ലല്ലോ. ഞാൻ പലവട്ടം തന്നെ ഉപദേശിച്ചു, പിടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അപ്പോഴൊക്കെ വാറ്റാനായി താൻ പുതിയ പുതിയ താവളങ്ങൾ കണ്ടെത്തി. ഇപ്പോഴോ ഈ നാട് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല സുശീല. അമ്മായി അമ്മ ഇതിലോട്ട് നോക്കിയേ. വല്ലതും കാണുന്നുണ്ടോ? എന്ത്? ആ ഫോട്ടോയിലോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിന്റെ ഫോട്ടോ ആണോ? എന്റെ ഫോട്ടോ ഒന്നും അല്ല. ദേ ഈ മുന്നിൽ നിൽക്കുന്ന 5-6 പേരില്ലേ, അതിന്റെ പുറകിലൊന്ന് നോക്കിയേ. ഈ കയ്യും കെട്ടി നിൽക്കുന്നത് ആരാ? ആരാ? അയ്യോ, അമ്മായിയുടെ മോൻ രമേശനോ? വന്നേ. ബ്ലോക്ക് ഓഫീസർ പഞ്ചായത്ത് വളപ്പിലെ മാവന്തൈ നട്ടില്ലേ, അതിന്റെ ഫോട്ടോയാ. അടിയിൽ അവന്റെ പേരുണ്ടോ നോക്ക്. അയ്യോ, പേരില്ല. എന്നാൽ എന്റെ മോന്റെ ഫോട്ടോ പത്രത്തിൽ വന്നല്ലോ. ചില്ലറ കാര്യമാണോ? ഇത് കണ്ടോ, രമേശിന്റെ ഫോട്ടോ പത്രത്തില്. എവിടെ? ഇതില് രമേശനൊന്നുമില്ല. അയ്യോ ഉവേച്ചി, ദേ ഈ കള്ളിക്കളി ഷർട്ടിട്ട് നിക്കണതേ, അത് രമേശ് ഏട്ടനാ. ആളെ മനസ്സിലാക്കണെങ്കിലേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. നീ ഇപ്പൊ മനസ്സിലാക്കൊന്നും വേണ്ട. നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇതുവരെ പത്രത്തിൽ വന്നില്ലല്ലോ. എന്റെ ഭർത്താവിന് ഗൾഫിൽ വേറെ പിടിപ്പത് ജോലി ഉണ്ടല്ലോ. എന്ത് ജോലി? അവൻ അല്ലേലും അവന്റെ അച്ഛനെ പോലെയാ, 4 കാശ് കണ്ടാ ചാവും. രമേശൻ അതല്ല, എന്റെ മട്ട. സ്വഭാവത്തിലും അതെ, സൗന്ദര്യത്തിലും അതെ. എന്തിനാ അധികം പറയണേ? ഈ നാട്ടുകാര് പറയണത് എല്ലാരും രമേശനെ കണ്ട് പഠിക്കണമെന്നാ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂ, 4 ആളെ കൊണ്ട് അയ്യേന്ന് പറയിപ്പിക്കുന്ന വല്ല പ്രവൃത്തി അവൻ ചെയ്യൂ. ഈയിടെ കാളകൂട്ടുകാരൻ അയ്യപ്പൻ അവന്റെ 2 കാളയ്ക്കും രമേശൻ എന്ന് പേരിട്ടിരിക്കുന്നു. എന്താ കാരണം? എന്റെ മോനോടുള്ള ബഹുമാനം. രമേശൻ എന്നുള്ള പേര് കാളക്കിടം കൊള്ളാം. അമ്മ കുവൈത്തിലെ അറബി മുതലാളിക്ക് സതീഷേട്ടൻ എന്ന് പറഞ്ഞ ജീവന. അങ്ങേരുടെ 37 ഫാക്ടറി നോക്കി നടത്തുന്നത് സതീഷേട്ടൻ ഒറ്റ ഒരുത്തനല്ലേ? മതി മതി മതി, വിശ്വസിച്ചു. ഒരുത്തി അടുക്കളയിൽ നേരം വെളുത്തപ്പോ തൊട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ വയ്യേ. ഒന്ന് ചെന്ന് സഹായിച്ചൂടെ? അവളും നിന്നെ പോലെ തന്നെ ഇവിടെ വന്ന് കയറിയ ഒരു പെണ്ണല്ലേ. അതിന് ഈ നടുവേദന ഒന്ന് മാറണ്ടേ അമ്മേ? 5-6 മാസമായി നടുവേദന തുടങ്ങിയിട്ട്. എന്നിട്ട് ഞാൻ നുണ പറയാ എന്ന് ഞാൻ പറഞ്ഞോ? അറിയാം, 2 മക്കളെയും 2 രീതി കാണുന്ന ഒരമ്മ. വെറും നുണയാ ഈ നടുവേദന. പുളുവടിക്കാൻ ബഹുമിടിക്കുക. ഞാൻ വല്ലതും സഹായിക്കണോ ലേഖേ? വേണ്ട ചേച്ചി, ചേച്ചിക്ക് സുഖമില്ലാത്തല്ലേ? അത് ഈ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? സീമമോളെ കുളിപ്പിച്ചു, യൂണിഫോം എടുത്തു കൊടുത്തില്ല. അത് സാരമില്ല, നിന്റെ ഈ തിരക്ക് കഴിഞ്ഞിട്ട് മതി. പിന്നെ ചേച്ചി, ഇന്നലെ ഉച്ചയ്ക്ക് അവൾ ഒന്നും കഴിച്ച മട്ടില്ല. ചോറ്റുപാത്രം അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആണോ? എന്നാ കുറച്ച് മുട്ട പൊരിച്ച് അതിനകത്ത് വെച്ചേക്ക്. സതീശേട്ടന്റെ കുവൈറ്റിലെ അറബി മുതലാളിയുടെ 3 മക്കളും അതെ. എന്താ മുട്ട തീറ്റ! അതിനനുസരിച്ച് അതുങ്ങൾക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. ഞാൻ ലേഖയോട് പറയാൻ മറന്നു, സതീശേട്ടന്റെ ബർത്ത്ഡേക്ക് അറബി മുതലാളി പുത്തനൊരു കാറ് പ്രസന്റ് ചെയ്തത്രേ. ഓ, പക്ഷെ ഇന്ത്യയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എന്താ ഇവിടുത്തെ ഡ്യൂട്ടി? കാലത്ത് ഇറങ്ങിയോ ന്യൂസ് വരുത്താൻ? ബെസ്റ്റ് ഒരു ന്യൂസ് ഉണ്ട് ഇതില്, പക്ഷേ പറഞ്ഞു തരാൻ മനസ്സില്ല. കേൾക്കാൻ എനിക്കും തീരെ ടൈമില്ല. ശോഭേ, ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാൻ മറക്കല്ലേ. എനിക്കിവിടെ വായിക്കാൻ ഒരു വസ്തുവില്ല. എടുക്ക ചേച്ചി. ചെറിയമ്മയോട് പറമോളെ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാതെ പോയാലുണ്ടല്ലോ. ധൃതി തേച്ചതാ, ചുളുവാണു. ഉച്ചയ്ക്ക് വൈകാതെ ഒന്ന് ഊണ് കഴിക്കണേ രമേശേട്ടാ. ഞാനിന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോകുന്നുണ്ട്. ഊണ് അവിടെ നിന്ന് കഴിക്കും. അയ്യോ, ഞാൻ പിന്നെ കാലത്ത് കഷ്ടപ്പെട്ട് മുരിങ്ങയിലത്തോരനൊക്കെ ഉണ്ടാക്കിയിട്ട്. വേണ്ട വേണ്ട, ചരക്കെടുക്കാൻ നാളെ പോയാൽ മതി. എന്നിട്ട് കട പൂട്ടിയിടാനോ? നിനക്കിത് എവിടെ കിട്ടിയ ഭംഗിയില്ലാത്ത സാരി? ചെന്ന് മാറി. എനിക്കിപ്പോ ഇത്രയും ഭംഗിയൊക്കെ മതി. ഫാഷൻ പരേഡിന് പോകുന്നൊന്നും അല്ലല്ലോ. ഈശ്വര ബെല്ലടിച്ചു കാണും. മാച്ച് ചെയ്യുന്ന ഒരു പൊട്ട് തൊടാൻ പോലും അറിയില്ല. അത്രയൊക്കെ മതിയെന്നേ എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതി. കളർ സെൻസും വിടുന്നേ. ലേഖ കുട എടുത്തില്ല. മഴയൊന്നും പെയ്യില്ല. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും
പരമപ്രകാശമേ ശരണം നീ നിത്യം. ലേഖ ടീച്ചറെ, എന്താ ടീച്ചറെ ഇത്? കൃത്യസമയത്ത് എത്തണമെന്ന് നമ്മൾ കുട്ടികളെ ഉപദേശിച്ചാൽ മാത്രം മതിയോ? നമ്മളത് പാലിക്കണ്ടേ? അത് സർ, വഴിയിലൊരു പശു കയറ് പൊട്ടിച്ച് കുത്താൻ വന്നു അല്ലേ? കൊള്ളാം. ഇതേ പശു കഴിഞ്ഞ ആഴ്ചയിലും ടീച്ചറെ ഒന്ന് കുത്താൻ ശ്രമിച്ചുല്ലോ. ഇനി വൈകി വരുമ്പോ പുതിയ എന്തെങ്കിലും കാരണം പറയണേ. ഏറ്റില്ല അല്ലേ? ഇല്ല. ക്ലാസ്സിൽ ചെന്നിരിക്കെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ടീച്ചറെ, ഇവിടെ പറ്റൊരു കംപ്ലൈന്റ് ഉണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരിക. എന്റെ അമ്മ പറഞ്ഞതാ. വൈകി ചെല്ല്. പിന്നെ എന്നും ഇങ്ങനെ ചേട്ടന്റെ മോളെ മാത്രം കൊണ്ടുവന്ന് വിട്ടാ മതിയോ? എന്നാ സ്വന്തം കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ചേർക്കുന്നത്? ഞാൻ പോട്ടെ ടീച്ചർ. അത്രേ ഉള്ളൂ പ്രശ്നം. റോഡ് അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ രമേശൻ നായരെ, ഇതൊന്ന് കൊലപാതകത്തിലേ അവസാനിക്കൂ. ബാർബർ ഗോപി ആർക്കും ഒരു ദോഷം ചെയ്യാത്തവനാണല്ലോ. കാരക്കൂട്ടിലെ ദാസൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരുത്തൻ മുണ്ടിന്റെ മടക്കി കുത്ത് അഴിച്ചിട്ടില്ലെന്ന് കണ്ടാ മതി, ഉടനെ അയാൾ കത്തി ഊരും. എത്രയോ കള്ളൂടിയന്മാരെ നമ്മൾ നന്നാക്കി, കള്ളന്മാരെ നാട് കടത്തി, കള്ളവാറ്റുകാരെ പിടികൂടി, അപഥസഞ്ചാരികളായി എത്രയോ സ്ത്രീകളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു. ഇവനെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശൻ നായർ. ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ അവൻ പിടി തരണ്ടേ പ്രസിഡന്റ്? അതെ അതെ, പക്ഷെ നമ്മുടെ ആ സങ്കല്പം ഉണ്ടല്ലോ, സമ്പൂർണ്ണ സന്മാർഗ ഗ്രാമം. ഈ ചട്ടമ്പി കാരക്കൂട്ടിൽ ദാസൻ ഒരൊറ്റ ഒരുത്തനതിന് തടസ്സം. മറ്റുള്ള ആളുകളെ മുഴുവൻ നമ്മൾ നന്നായി കഴിഞ്ഞു അല്ലേ? പരസ്യമായിട്ട് ഇനിയിപ്പോ ദാസൻ മാത്രമേ ഉള്ളൂ. രഹസ്യമായിട്ട് നമുക്ക് അറിഞ്ഞോളല്ലോ. ഏതായാലും രമേശൻ നായർ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കണം. അതെ, ആ ദാസനോടുള്ള കളി വേണ്ട. അവൻ എപ്പോഴാ എന്തിനാ കത്തി വരാന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ജീപ്പ് വിളിക്കും. ടൗണിൽ പോകാനുള്ള ചരക്കെടുക്കാൻ. ഓ, ഹസനക്ക എത്തിയില്ലേ മുന്നേറെ? ആ മൂപ്പരകത്തുണ്ട്, ഇരിക്കി. വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലോ അല്ലേ? അയ്യോ, വൈകുന്നേരം ആവല്ലോ. അതെന്ത് പണിയാണ്? ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് മട്ടയോ? അത് ഉച്ചക്കെത്തും എന്ന് വെച്ചാ അതും ഇപ്പൊ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ വിട്ട് താക്കോലും കൂടെ വന്നേക്ക്. എന്തിനാ തുറന്നു വെച്ചിരിക്കണേ? എവിടെ തന്നെ തുണയ മുതലാളി? വാ വാ. ഒളിച്ചിരുന്ന് വെച്ച് കീറാണല്ലേ? അവിടെ ആള് നോക്കിക്കുമ്പോ തട്ടിയാ നീക്കൂല. കൃഷ്ണകുട്ടി, ഇരിക്കാൻ എന്തെങ്കിലും എടുത്തോ. ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ? രണ്ടുമല്ല. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു. ലഞ്ചിനൊരു 3 മണിയാവും. ഇത് അതിനിടയ്ക്കുള്ള ഒരു ലഘുഭക്ഷണ. ആ കൃഷ്ണകുട്ടി, നീ ആ ചായപ്പീടി ഒന്നൊരു പ്ലേറ്റിങ് വാങ്ങിച്ചു. നായർക്ക് ഇത്തിരി അപ്പം ഇറച്ചി കൊടുക്കാം. എനിക്ക് നിങ്ങളുടെ ഇറച്ചിയൊന്നും വേണ്ട. നീ പോയിട്ടോ കൃഷ്ണകുട്ടി. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കൾ തീരെ പോരാ. ദോശ, സാമ്പാർ, ചട്ടിണി അതൊക്കെ ഒരു ഭക്ഷണമാണോടോ. ഞങ്ങളെ കണ്ടു പഠിക്കേ. നെയ്ച്ചോറ്, ബിരിയാണി, ആട്, മാട്, കോഴി, മീന്, പത്തിരി, പോത്ത്. രാത്രി ആവുമ്പോഴേക്കും എത്ര കിലോ ആടുമീനും കയറുവാത്തോട്ട്. നമുക്ക് പണം എന്തിനാടൂ? തിന്നാൻ, നല്ലോണം രസിച്ച് സുഖിച്ച് തിന്നാൻ. അല്ലാതെ താജ്മഹാൽ പണിയാനൊന്നുമല്ല. നായൊരു കാര്യം ചെയ്യും. ആ ഓണം കയറാൻ പോലും ഇങ്ങോട്ട് പോരെ. ഇവിടെ അടുത്തൊരു കട നോക്കാം. എന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം ഭക്ഷണം കൊണ്ടുതരാം. മാത്രമല്ല, കച്ചവടം ടൗണിലായാലേ നല്ല വരുമാനം ഉണ്ടാവും. വരുമാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ഹസനക്ക, നാട്ടുകാർക്കൊരു സേവനല്ലേ? നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക്. പിന്നെ എന്റെ നാട്ടുകാർ എന്നെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ നാട്ടുകാരെ എനിക്ക് ചെലവിനിരുന്നേ? ഹസനക്കേട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. ഹസനക്ക നാട്ടിൽ ചെന്ന് അന്വേഷിച്ച് നോക്ക്. മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിലുണിയാ. അപ്പോ ഈ ടൗണിലെ ഹസനാണ് അവിടെ രമേശൻ നായർ. ഹസനക്ക ഈ ടൗണിൽ എങ്ങനെയാ? ഞാനാ ഇവിടുത്തെ കണ്ണിലുണ്ണി. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. താൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ ലോകത്തുണ്ടോ. അങ്ങനെ വെച്ചോ. ഹസനക്ക പൊന്നിയും മട്ടയും കിട്ടിയിട്ടില്ല. അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടി പോരുത്. പൊന്നിയും മട്ടയും വരേണ്ട സമയത്ത് വരും. ആ കൃഷ്ണകുട്ടി, ആ കടയിൽ നിന്ന് 2 ഏത്തപ്പഴം വാങ്ങിച്ചു. എനിക്ക് പഴം വേണ്ട. തനിക്കല്ല, രണ്ടും എനിക്കാ.